ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് ചെറിയൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്പെഷ്യലൊന്നുമില്ല, ബട്ട് സംതിങ് സ്പെഷ്യൽ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചോറ് വെക്കുന്നത് റൈസ് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പാത്രത്തിൽ അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലോട്ട് മാറ്റാനുള്ള ആ ഒരു സ്റ്റെപ്പാണ് ഫസ്റ്റ്. അപ്പോൾ അതിനായിട്ട് അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് മാറ്റാനായിട്ട് റൈസ് കുക്കറിലോട്ട് മാറ്റാനായിട്ട് ഞാൻ കുറച്ച് പയറെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ, വൻപയറെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേവിക്കാനായിട്ട് കുക്കറിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ട് അതൊന്ന് ഗ്യാസിൽ വെക്കാനായിട്ടുള്ള പരിശ്രമമായിരുന്നു അടുത്തത്. അപ്പം അതും കഴുകി വൃത്തിയാക്കി ഗ്യാസിൽ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിസിലും വന്നു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയായിരുന്നു. കപ്പ എനിക്കിഷ്ടപ്പെട്ടൊരു ഭക്ഷണ വിഭവമാണ് കേട്ടോ. ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ് കപ്പ. അപ്പോൾ അതിൻ്റെ കൂടെ കപ്പ ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും ചിക്കൻ വേണമല്ലോ. അപ്പം കൂടെ ചിക്കനും. അങ്ങനെ കപ്പയൊക്കെ ഞാനൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കപ്പ കട്ട് ചെയ്യണത്. പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് ഇതാണ് എളുപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി അതൊന്ന് അടുപ്പിൽ വെച്ചു, ഗ്യാസിൽ വെച്ചു. ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ചിട്ട് ഗ്യാസിൽ വെച്ചു. പിന്നെ ആ ഒരു ടൈമിൽ അത് വേവണ ടൈമിൽ ഞാൻ പിന്നെ ചിക്കന് വേണ്ടുന്ന ചെറിയ ഉള്ളിയും സവാളയൊക്കെ വൃത്തിയാക്കി. എനിക്ക് നല്ല പാടാണ് ചെറിയ ഉള്ളിയൊക്കെ വൃത്തിയാക്കാനായിട്ട്. എനിക്ക് നല്ല ടൈം എടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുമായിരുന്നു. അത് സമയം തന്നെ കുറച്ച് ഞാൻ ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം മസാലയൊക്കെ പുരട്ടി ഞാനാണെങ്കിൽ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ എസൻസാണ് കേട്ടോ എടുക്കുക. അത് ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അത് അധികം അങ്ങോട്ട് അടുക്കി പിടിക്കാതെ പെട്ടെന്ന് കിട്ടും, കരിഞ്ഞു പോവാതെ, ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോവാതെ നന്നായിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചിക്കൻ കറി വെക്കാം എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ചിക്കൻ കറിയിലേക്ക് തിരിഞ്ഞ് ആ സമയം കൊണ്ട് തന്നെ ഞാൻ കപ്പയിൽ പിന്നെ മഞ്ഞൾപ്പൊടിയും ജീരകമൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മഞ്ഞൾ ചേർക്കാതെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമായ രീതിക്ക് കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് മഞ്ഞ കളറിലും ഉണ്ടായിരുന്നു, വെള്ള കളറിലും ഉണ്ടായിരുന്നു. രണ്ടും ടേസ്റ്റ് നോക്കാമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചെറിയ ഉള്ളിയും സവാളയൊക്കെ ഒന്ന് മൂപ്പിക്കുമായിരുന്നു ഞാൻ. നമ്മളെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും സവാളയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുമായിരുന്നു. ചിക്കൻ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. അത്യാവശ്യം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും ഒക്കെ ചേർത്ത് വെച്ചു. ആ സമയത്ത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ 1-2 പീസ് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി അങ്ങനെയായിരുന്നു. അപ്പോൾ 2 അടുപ്പിലായിട്ടും 2 സാധനങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഒരേ രീതിക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്ന് ഫ്രൈ ആയിട്ട് വേണം ഇത് മാറ്റിയിട്ട്. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് സലാഡൊക്കെ തട്ടിക്കൂട്ടി കേട്ടോ. എനിക്കും കപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സലാഡ് മസ്റ്റാണ്. കാരണം ഞാൻ സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചു. നമ്മുടെ ചിക്കൻ കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഒരു മസാലയുടെ മണമൊക്കെ വന്ന് ചിക്കൻ കറിയൊക്കെ തിളച്ചതായി. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്നോണം ഞാൻ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു, മല്ലിച്ചപ്പൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പം അതിൻ്റെയും കൂടെയൊക്കെ മണമായപ്പോഴത്തേക്ക് അന്തസ്. ചോറ്, കപ്പ കണ്ട, പിന്നെ പയറും സലാഡ്, പിന്നെ മഞ്ഞൾ ചേർക്കാത്ത ചീനിയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ നമ്മുടെ ചിക്കൻ കറിയുണ്ട്. ചിക്കൻ കറി ചൂടോട് കൂടിയിട്ട് ഞാൻ വെച്ചപ്പോഴേ പാത്രത്തിലോട്ട് കുറച്ച് തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ലഞ്ചിനുള്ള. ഓക്കെ, ബൈ.